ഈ വലിയ ചെടിച്ചട്ടിയിൽ കുറേ സൂര്യകാന്തി ചെടികളുണ്ടായിരുന്നു. അതിൻ്റെ കുറ്റികളാണ് കാണുന്നത്. ചെടികളൊക്കെ വാടി തുടങ്ങിയപ്പോൾ ചെടിച്ചട്ടി ഇനി എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്ന് ആലോചിച്ചപ്പോഴാണ് അടുക്കളയിൽ പോയിട്ട് ഒരു ചുവന്ന മുളക് എടുത്തുകൊണ്ടെന്ന് പൊളിച്ച് അതിലുണ്ടായിരുന്ന വിത്തുകളൊക്കെ അവിടെ അങ്ങ് വെതറി 2 ദിവസം കഴിഞ്ഞപ്പോൾ മഴയ്ക്കുള്ള സമയമായിരുന്നു. കുറച്ചെണ്ണമൊക്കെ മുളച്ചു വന്നു. പക്ഷേ എല്ലാം മണ്ണിന് പുറത്തായതുകൊണ്ട് രക്ഷപ്പെടില്ല എന്ന് തോന്നിയപ്പോൾ കുറച്ച് പോട്ടിംഗ് മിക്സ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെതറി. അപ്പോൾ വീണ്ടും അതിൽ ശക്തിയുള്ളത് മാത്രം മുളച്ചു വന്നു. ശക്തിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് വീണ്ടും മാറി. കാരണം ചെടികൾ തമ്മിൽ വളരെ വളർച്ചയിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ നല്ല വളർച്ചയുള്ള ചെടികളാണ്. സൈഡിലുള്ള മറ്റേ ഭാഗത്തേക്കുള്ളതിനൊക്കെ വളർച്ച വളരെ കുറവാണ്. 2-3 ഞാൻ പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെടിച്ചട്ടികൾ ഇല്ലാത്തതുകൊണ്ട് പറിച്ച് നട്ടില്ല. അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൽ വേറെ 2 ചെടികൾ കൂടിയുണ്ട്. ഒരു ചുവന്ന ചീരയും ഒരു നിത്യകല്യാണി ചെടിയും. ചുവന്ന ചീര അതിൻ്റെ ബാക്കിയാന്ന് പറയാം. കുറേ ഇതേപോലെ വെതറിയുണ്ടായിരുന്നു ചുവന്ന ചീരയുടെ വിത്ത് ഇതിൻ്റെ മുമ്പ്. ആ വിത്തുകൾ മുളച്ച് കുറേ 100 കണക്കിന് ചെടികളുണ്ടായി. കുറേ എണ്ണമൊക്കെ പറിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് വിട്ടു. അതിൽ കുറച്ചൊക്കെ ഇപ്പോഴും വളരുന്നുണ്ട്. ചിലതിൽ നിന്നൊക്കെ ഇലകൾ കിട്ടിയിട്ടുമുണ്ട്. ഈ നിത്യകല്യാണി ചെടിക്കും ഉണ്ട് ഒരു കഥ. അതായത് മുമ്പ് ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് കൂർക്ക അപ്പോൾ കൂർക്ക ഇടയിൽ വേറൊരു ചെടി 1-2 മുളച്ചു വന്നു. നോക്കിയപ്പോൾ വളർന്നു വന്നപ്പോൾ നിത്യകല്യാണി ആയിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പോട്ടി മിക്സിൽ നിന്ന് വന്നതായിരിക്കണം. പോട്ടി മിക്സ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിൽ പെട്ട വിത്തുകളായിരിക്കും. ആ ചെടി 2-3 ഉണ്ടായിരുന്നു. അതിൻ്റെ 2ാം തലമുറയാണ് ഇപ്പോൾ ഈ കാണുന്ന നിത്യകല്യാണി ചെടി. അതിലേക്ക് പറിച്ചു വെച്ചാണ് കുറച്ച് വെളിച്ചുള്ള സ്ഥലത്തിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പൂട്ടിട്ടില്ല. പൂട്ട ആദ്യ തലമുറകളിലെ ചെടി ഇവിടെ 1-2 ഉണ്ട്.